ചുക്കുമരിക്കണ ചൂലാപ്പി. ഞാനാണ് അനന്തരവൻ. ഞാനാണ് മാവൻ. അമ്മാവാ സ്റ്റാച്യു. നീ ഇങ്ങനെ ഒരു പോസിൽ എന്നെ സ്റ്റാച്യു ആക്കി കളഞ്ഞല്ലോ. എന്റെ ശരീരം മൊത്തം വേദനിക്കുന്നു മോനെ. ഞാനിപ്പോ താഴെ വീഴുവടാ. എടാ അനന്തരവാ, നീ ഒന്ന് വേഗം ഓവർ പറയടാ മക്കളെ. ഓക്കേ അമ്മാവാ, ഓവർ. അമ്മാവാ അനന്തരവാ, എന്റെ പുതിയ കണ്ടുപിടുത്തവും നിങ്ങളുടെ ഈ സ്റ്റാച്യു ഗെയിം പോലെ തന്നെ രസകരമാണ്. എന്റെ പുതിയ സ്റ്റാർട്ട് സ്റ്റോപ്പ് റിമോട്ട് കൺട്രോൾ. സഞ്ചരിക്കാൻ കഴിയുന്ന വസ്തുവിനെ നിർത്താൻ സാധിക്കും, അതുപോലെ നിർത്തിയിട്ടിരിക്കുന്ന വസ്തുവിനെ ചലിപ്പിക്കാൻ സാധിക്കും. അല്ല സാർ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ കണ്ടോ എന്റെ റിമോട്ട് കൺട്രോളിന്റെ നേരിട്ടുള്ള പ്രവർത്തനം? ഹലോ ഹലോ ചങ്ങാതി, ചങ്ങാതി വീട്ടിലേക്ക് വരുന്നില്ലേ? കൊള്ളാം കോജി അങ്കിൾ, എന്ത് നല്ല കണ്ടുപിടുത്തമായത്. എടാ ബഹദൂറെ, പതുക്കെ ബ്രേക്ക് ചവിട്ടുന്ന എത്ര വട്ടം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതാ. എപ്പോഴും എന്റെ മേക്കപ്പ് നശിപ്പിക്കാൻ എന്തേലും ഒരു പണി നീ ഒപ്പിച്ചോണ്ട് വരും. പക്ഷേ സത്യ മാഡം, ഞാനിപ്പോ ബ്രേക്ക് ചവിട്ടിയതേ ഇല്ല. ബ്രേക്ക് ഇട്ടത് ബഹദൂർ അല്ല മാഡം, കോജിയുടെ പുതിയ കണ്ടുപിടുത്തമായ റിമോട്ട് കൺട്രോൾ ആണ് ബ്രേക്ക് ഇട്ടത്. ഇതിന് ഏതൊരു വസ്തുവിനെയും നിർത്താൻ പറ്റും, നിൽക്കുന്ന വസ്തുവിനെ അനക്കാനും പറ്റും. അങ്ങനെയാ ഞാൻ മാഡത്തിന്റെ ജീപ്പ് നിർത്തി ആ പപ്പിയെ രക്ഷിച്ചത്. എങ്കിലിതെനിക്ക് പ്രയോജനപ്പെടുന്ന കാര്യാണല്ലോ. ഞാൻ എന്റെ ജീപ്പിനകത്തിരുന്ന് സമാധാനമായിട്ട് ഭംഗിയായിട്ട് മേക്കപ്പെടും. എന്നിട്ട് ആ കള്ളന്മാരെ ഈ റിമോട്ട് ഉപയോഗിച്ച് പിടിക്കും. ആ ഘോജി സാറേ, എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഈ റിമോട്ട് കൺട്രോൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ ഏൽപ്പിക്കണം. പോലീസ് മാഡം, ഇത് നിങ്ങൾക്ക് വേണ്ടി തന്നെയാ ഉണ്ടാക്കിയത്. ഇതാ വാങ്ങിച്ചോളൂ. ഓ റോസി, നീ ഇത് കേട്ടില്ലേ? ഒരു കിടിലൻ റിമോട്ട് കൺട്രോൾ. അതിനെ സഞ്ചരിക്കുന്ന വസ്തുവിനെ നിർത്താൻ സാധിക്കുമത്രേ. ഇത് ശരിക്കും എനിക്ക് ഉപകാരപ്പെടുന്നതാ. എന്റെ മോഷണം തടയാൻ ആഗ്രഹിക്കുന്നവരെയൊക്കെ ഞാൻ ഇത് വെച്ച് തടയുന്നത് നീ കണ്ടോ എന്റെ റോസി? ക്രൈമിനുണ്ട് പവർ. ക്രൈം മാസ്റ്റർ ജോഗേവാർ. ഹിച്ച്കാ ഹിച്ച്കാ. ജോഗി, എങ്കിൽ വേഗം വരൂ, നമുക്ക് ആ റിമോട്ട് തട്ടിയെടുക്കാം. എന്തിനാ സമയം കളയുന്നേ? എന്റെ റിമോട്ട് എവിടെ പോയടോ? ദേ കണ്ടില്ലേ, ജോഗാവറും റോസിയും ആ റിമോട്ട് കൺട്രോൾ മോഷ്ടിച്ചോണ്ട് പോകുന്നു. ജോഗാവറെ, എന്റെ എഞ്ചിന്റെ കാർബറേറ്ററിനകത്ത് ഒരു ഐഡിയ ഇരിപ്പുണ്ട്, വേണമെങ്കിൽ പറഞ്ഞോ തരാം. പറഞ്ഞോ വേഗം പറഞ്ഞോ. അതുകൊണ്ടോ, നമ്മുടെ മുന്നിലായിട്ട് ഒരു ട്രക്ക് ഓടുന്നുണ്ട്. അതിൽ കുറെ കാറുകളും കേട്ടിട്ടുണ്ട്. നിങ്ങൾ ആ റിമോട്ട് കൺട്രോൾ എടുത്ത് നിർത്തിയിട്ടിരിക്കുന്ന കാറുകൾ മുഴുവൻ ഓടിക്കണം. നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ കാറുകൾ അവരുടെ മാർഗത്തിൽ ഒരു തടസ്സമായിക്കോളും. നിന്റെ ഐഡിയ ഉഗ്രനായിട്ടുണ്ട് റോസി. വെരി ഗുഡ്. ബഹദൂറെ, ബ്രേക്ക് ചവിട്ട്. എന്റെ പോലീസ് മാഡം, മാഡത്തിന് കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ. വിഷമിക്കേണ്ട മാവാ, എനിക്കൊന്നും പറ്റിയിട്ടില്ല. അയ്യോ, ഇതെന്താ? ഇവിടെന്താ കാറുകളുടെ മഴ പെയ്യുന്ന പോലെ ഉണ്ടല്ലോ. ക്രൈമിനുണ്ട് പവർ. ക്രൈം മാസ്റ്റർ ജോഗേവാർ. അല്ല, പരമീന്ദറിന്റെ പ്രതിമ എപ്പോഴായി ഫണ്ടൂഷ് നഗറിൽ സ്ഥാപിച്ചത് അനന്തരവാ? ഹലോ അമ്മാവാ, ഇത് പമിയാൻഡിന്റെ പ്രതിമയല്ല, പമിയാൻഡി തന്നെയാ. ജോഗാവർ ആൻഡിയെ ഫ്രീസ് ആക്കിയതാ. എന്നിട്ടവൻ മാലയും മോഷ്ടിച്ചു. പിന്നെ അങ്ങോട്ട് നോക്ക്, ജോഗാവർ ബാക്കിയുള്ളവരെയും മിമിക്രി അങ്കിളിനെയും ഫ്രീസ് ആക്കിയിട്ടുണ്ട്. ഓ, നമ്മളിപ്പോ ഏതോ ഒരു മ്യൂസിയത്തിലേക്ക് വന്നതുപോലെ തോന്നുന്നു. അവിടെയല്ലേ ജനങ്ങളുടെ പ്രതിമ ഉണ്ടാവുക? ആ ജോഗാവറിനെ ഞാൻ വെറുതെ വിടില്ല. വേണ്ട പോലീസ് മാഡം, ജോഗാവറിന്റെ മുന്നിലേക്ക് പോയാൽ നമുക്ക് പണി കിട്ടും. എല്ലാവരും അവൻ ഫ്രീസ് ആക്കും. ആദ്യം നമുക്ക് ഈ നാട്ടിലെ ആൾക്കാരെയൊക്കെ പഴയതുപോലെ ആക്കണം. നിങ്ങൾ ഇവിടെ നിക്ക്, എല്ലാം ശരിയാക്കാൻ എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. ജോഗാവർ,
നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് ഫ്രീസാക്കി കാണിക്കേ. എപ്പോഴും നീ തന്നെയാ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഒപ്പിക്കുന്നത് അനന്തരവാ. നിന്നെയാണ് ഞാൻ ആദ്യം പ്രതിമയാക്കാൻ പോകുന്നത്. നോക്കിക്കോടാ. എന്റെ കൈ പൊള്ളിയല്ലോ. ഓഹോ, ഇതെന്താ സംഭവിച്ചത്? ഞാൻ ആ അനന്തരവനെ സ്റ്റോപ്പ് ചെയ്യാൻ നോക്കിയതാ. ബട്ട് ഈ നാട്ടുകാരൻ എങ്ങനെയാ സ്റ്റാർട്ട് ആയതെന്ന് അറിയില്ല. ഇതാ മോനെ, വേഗം ഈ റബ്ബർ ബാൻഡുകൾ നിങ്ങളുടെ കയ്യിൽ ധരിക്കണം. പിന്നീട് ആ റിമോട്ട് കൺട്രോളിന് നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. വേഗം. ഇനി ആ ജോഗാവറിനെ എന്റെ ചവിട്ടിൽ നിന്നും രക്ഷപ്പെടുത്താൻ ആർക്കുമാവില്ല. പക്ഷെ പോലീസ് മാഡം, നമ്മൾ അവന്റെ അടുത്തേക്ക് പോകണ്ട. അവൻ നമ്മുടെ അടുത്തേക്ക് വരും. നമ്മുടെ കയ്യിൽ ബാൻഡുള്ള കാര്യം അവൻ അറിയില്ലല്ലോ. അവൻ നമ്മുടെ നേരെ റിമോട്ട് കൺട്രോൾ യൂസ് ചെയ്യുമ്പോ നമ്മളെല്ലാവരും ഫ്രീസ് ആയതുപോലെ ആക്ട് ചെയ്യണം. അങ്ങനെ അവൻ നമ്മുടെ അടുത്തേക്ക് വരുമ്പോ അവന് നമുക്ക് പിടിക്കാം. എങ്ങനെയുണ്ട്? ധാരാളമായ അനന്തരവാ, നിന്റെ ബുദ്ധി എനിക്ക് അറിയാവുന്നതല്ലേ. തക്ക് ടിക്ക്, തക്ക് ടിക്ക്. ഇനി നിങ്ങൾ എങ്ങനെ രക്ഷപ്പെടുമെന്ന് ഞാനൊന്ന് കാണട്ടെ. അയ്യോ, ഞാൻ നിന്ന പോസ് ശരിയായില്ലല്ലോ മോനെ. പുറകില് ചൊറിയുന്നത് പോലുണ്ട്. എന്റെ കൈയാണെങ്കിൽ അങ്ങോട്ട് എത്തുന്നുമില്ല. ഞാനിപ്പോ എന്താ ചെയ്യ മോനെ? അമ്മാവന്റെ കൈ അനങ്ങിയല്ലേ? അപ്പോൾ ഇവരിവിടെ അഭിനയിക്കുകയാണോ? ജോഗാവറിനെ ചതിക്കുന്നോ? ഞാൻ സ്ഥലം വിടട്ടെ. അയ്യോ, അമ്മാവൻ ശരിക്കും സ്റ്റാച്ചു ആയല്ലോ. ഈ അനന്തരവന്റെ ഹാറ്റാണ് എന്നെ എപ്പോഴും കൊടുക്കുന്നത്. അതുകൊണ്ട് തൊപ്പിയെ എന്നേക്കുമായി സ്റ്റോപ്പ് ചെയ്യുന്നതാ നല്ലത്. അമ്മാവ കുഴപ്പമൊന്നുമില്ലല്ലോ. ഈ അനന്തരവൻ കൂടെയുള്ളപ്പോ ഈ അമ്മാവൻ എന്ത് സംഭവിക്കാനാ? പിന്നെ ഈ ബാൻഡില്ലേ എന്റെ കയ്യിൽ ധരിച്ചാലേ ശരിയാവൂ. ഈ ബാൻഡ് ഉണ്ടെങ്കിലേ ആ റിമോട്ടിന് എന്നെ ഒരിക്കലും ഫ്രീസ് ചെയ്യാനും കഴിയില്ല. ഈ സ്റ്റാച്യു കളി തുടങ്ങിയിട്ട് കൊറേ നേരമായില്ലേ. ഇനി എന്റെ ചവിട്ട് നാടകം തുടങ്ങാം. റോസി, യു ആർ റൈറ്റ്. നീ തന്നെ എന്തെങ്കിലും ഐഡിയ പറഞ്ഞതാ. നീ ആള് കൊള്ളാമല്ലോ. വെരി ഗുഡ് റോസി. നീ ഇത്രക്ക് സ്മാർട്ട് ആയിരുന്നോ? റോസി നമ്മുടെ ബാൻഡ് തട്ടിയെടുത്തല്ലോ. ഐഡിയ. ഈ റൗണ്ട് നീ ജയിച്ചു കാണും ജോഗാവർ. പക്ഷേ ഫൈനൽ റൗണ്ട് എന്തായാലും ഞാനേ ജയിക്കൂ. നീ നോക്കിക്കോ, ഇത്തവണ നിനക്ക് എന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാനാവില്ലടാ. ജോഗാവർ, പ്ലീസ് എന്നെ വെറുതെ വിടൂ. ഇനി ഈ ജീവിതകാലം മുഴുവനും ഒരു പ്രതിമയായി തന്നെ നിന്നോ. ഇനി നീ ആയിരിക്കും ജീവിതകാലം മുഴുവൻ പ്രതിമയിൽ നിൽക്കാൻ പോന്നെ. എന്റെ അനന്തരവനുള്ളപ്പോ ആർക്കും ഒരു ആപത്തും സംഭവിക്കില്ല. ബഹദൂറെ, ജോഗാവറിന്റെ പ്രതിമയെ ജീപ്പിലേക്ക് ലോഡ് ഇപ്പൊ ചെയ്യാലോ മാഡം. ഉപ്പതിനവൻ വെള്ളം കുടിക്കും. ഓക്കെ അല്ലേ മാമ? അതേ അനന്തരവാ.